गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 1-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം. യുദ്ധകളത്തിൽ എന്താണ് നടന്നത് എന്ന് ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിച്ച സമയത്ത് സഞ്ജയൻ യുദ്ധകളത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ധൃതരാഷ്ട്രർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യമായി ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തെ കണ്ട ശേഷം ആചാര്യനായിട്ടുള്ള ദ്രോണരുടെ അടുത്ത് ചെല്ലുകയും ദ്രോണാചാര്യർക്ക് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം 2 സൈന്യങ്ങളെയും പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് പാണ്ഡവ സൈന്യത്തെ കുറിച്ച് ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പറഞ്ഞു കൊടുക്കും. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. 4-ാമത്തെ ശ്ലോകത്തിൽ പാണ്ഡവ സൈന്യത്തെയാണ് ദുര്യോധനൻ പരിചയപ്പെടുത്തുന്നത്. ദൃഷ്ടകേതു ശേഖിതാന കാശിരാജശ്ച വീര്യവാൻ കുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ യുധാമന്യശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവൈവ മഹാരഥാഃ. അപ്പോൾ പാണ്ഡവപക്ഷത്തും വിചാരിക്കാത്ത രീതിയിലുള്ള സൈനിക ബലമുണ്ട്. അവർക്ക് എത്രയും സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സൈന്യം ഉണ്ടാകുമെന്ന് ദുര്യോധനൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ച് പാണ്ഡവ സൈന്യത്തിന്റെ ബലത്തെ കുറിച്ച് വിവരിച്ച് പറഞ്ഞു കൊടുത്തത്. എല്ലാവരും ഭീമാർജുനന്മാരെ പോലെ മഹാരഥന്മാരാണ്. അവർ യുദ്ധത്തിൽ വിശാരദന്മാരാണ്. യുദ്ധേ വിശാരദ സർവേ യുദ്ധവിശാരദ. എല്ലാവരും വലിയ യുദ്ധത്തിൽ പ്രാവീണ്യമുള്ളവരാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ദ്രോണാചാര്യർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവരോടുള്ള സ്നേഹം കൊണ്ടോ അവരോടുള്ള അനുകമ്പ കൊണ്ടോ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ദുര്യോധനൻ വിചാരിക്കുന്നത്. അതിനുശേഷം ദുര്യോധനൻ സ്വന്തം സൈന്യത്തെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. 7-ാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് വായിക്കാനുള്ളത്. 7-ാമത്തെ ശ്ലോകം മുതൽ ദുര്യോധനൻ സ്വന്തം സൈന്യത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ പ്രഭീമിതേ. ഇനി എന്റെ സൈന്യത്തെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. അല്ലയോ ദ്വിജോത്തമ എന്നാണ് പറയുന്നത്, ബ്രാഹ്മണ ശ്രേഷ്ഠ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ യുദ്ധത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയല്ല. അപ്പോൾ അങ്ങയുടെ ആ ബ്രാഹ്മണീയ സ്വഭാവം ഇവിടെ എടുക്കരുത് എന്നാണ് ദുര്യോധനൻ സൂചിപ്പിക്കുന്നത്. അല്ലെ, ബ്രാഹ്മണൻ എല്ലാവരോടും ദയയുള്ളവരാണ്, ക്ഷമിക്കുന്നവനാണ്. അതാണ് ബ്രാഹ്മണന്റെ സ്വഭാവം. അപ്പോൾ കുറച്ച് കളിയാക്കിക്കൊണ്ടാണ് ദ്വിജോത്തമ എന്നിവിടെ പറയുന്നത്. നായകം അമ്മ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിലെ. എന്റെ സൈന്യത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്നാണ് പറയുന്നത്. അതിനുശേഷം കൗരവപക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് മാത്രം ദുര്യോധനൻ എടുത്തു പറയുന്നത് 8-ാമത്തെ ശ്ലോകത്തിൽ.
ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സോമദത്തി തഥൈവ ച. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സോമദത്തി തഥൈവ ച. നമുക്ക് വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. അതിനുശേഷം ഈ ശ്ലോകം ഡിസ്കസ് ചെയ്യാം. എട്ടാമത്തെ ശ്ലോകം വായിച്ചോളൂ. വായിക്കട്ടെ പ്രഭു, വായിക്കട്ടോ. ജ്ഞാനാംബിക ഭാരതി വായിച്ചോ. ഹരേ കൃഷ്ണ. ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത ശ്ലോകം 8, അധ്യായം 1, ശ്ലോകം 8. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ഹരേ കൃഷ്ണ. ഇതുവല്ലം വായിക്കണോ അതോ പിന്നെ മതിയോ? ഭാവാർത്ഥം വായിക്കണോ? അല്ല, മറ്റേ വിവർത്തന. ഹരേ കൃഷ്ണ. വിവർത്തനം. ജയശീല പ്രഭു. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട്. ഭാവാർത്ഥം. സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണിപ്പറയുന്നു. യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീരന്മാർ. വികർണൻ ദുര്യോധനന്റെ സഹോദരനും അശ്വത്ഥാമാവ് ദ്രോണന്റെ പുത്രനും. സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബാഹ്ലീക രാജാവിന്റെ മകനാണ്. പാണ്ഡുവുമായുള്ള വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനാകയാൽ അർജുനന്റെ ഭ്രാതാവാണ് കർണൻ. പിന്നെ ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദരീ ഭർത്താവ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്. അപ്പോൾ ദുര്യോധനൻ പ്രധാനപ്പെട്ട സൈനികരെ കുറിച്ച് ദ്രോണാചാര്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം ഭവാൻ എന്നാണ് പറയുന്നത്. ഭവാൻ, അങ്ങ് തന്നെ. ദ്രോണാചാര്യോട് പറയുന്നത് കൊണ്ട് ആദ്യം ദ്രോണാചാര്യരുടെ പേര് തന്നെ പറഞ്ഞു, അല്ലേ? ദുര്യോധനൻ കുറച്ച് പൊളിറ്റിക്കലായിട്ട് അറിയുന്ന ആളാണ്, രാഷ്ട്രീയം നല്ലവണ്ണം അറിയുന്ന ആളാണ്. ഒരാളെ എങ്ങനെ ഉയർത്തി പറയാം എന്നുള്ള കാര്യമൊക്കെ അറിയാം. അതുകൊണ്ട് ആദ്യം തന്നെ ഭവാൻ, അങ്ങ് തന്നെ. അങ്ങ് ഭവാൻ എന്നിവിടെ പറയുന്നത് ആരാണ്? ദ്രോണാചാര്യനെ തന്നെയാണ്, അല്ലെ? ദ്രോണാചാര്യനെ കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു. ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ദ്രോണാചാര്യൻ. അശ്വത്ഥാമാവിന്റെ പിതാവ്, കൃപിയുടെ ഭർത്താവ്, കൃപാചാര്യന്റെ സഹോദരിയെയാണ് ദ്രോണാചാര്യൻ വിവാഹം ചെയ്തിട്ടുള്ളത്. അവരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. പിന്നീട് അശ്വത്ഥാമാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച. ഭീഷ്മരും മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഭീഷ്മർ. ശന്തനുവിന്റെയും ഗംഗാദേവിയുടെയും പുത്രനായിട്ടാണ് ഭീഷ്മൻ ജനിക്കുന്നത്. ഭീഷ്മൻ ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പൂർവ്വജന്മത്തിൽ അദ്ദേഹം അഷ്ടവസുക്കളിൽ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. അഷ്ടവസുക്കൾ, 8 വസുക്കൾ. ആ 8 വസുക്കൾ എന്ന് പറയുന്നത് ദേവേന്ദ്രന്റെ 8 സഹായികളാണ്. ദേവേന്ദ്രനെ സഹായിക്കുന്ന ഉപദേവതമാരാണ് അഷ്ടവസുക്കൾ എന്നറിയപ്പെടുന്നത്. അവർ 8 പേരുണ്ടാവും. 8 പേരാരൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതിന്റെയൊക്കെ ദേവന്മാരാണ്. ഭൂമി ദേവി, അതേപോലെ ജലത്തിന്റെ ദേവൻ, അഗ്നിയുടെ ദേവൻ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ ദേവന്മാർ. അതേപോലെ ചന്ദ്രദേവൻ, സോമൻ, അതേപോലെ സൂര്യദേവൻ, പിന്നീട് ധ്രുവ നക്ഷത്രം. ഇങ്ങനെ 8 പേരാണ് അഷ്ടവസുക്കളായിട്ട് അറിയപ്പെടുന്നത്. ഈ അഷ്ടവസുക്കൾ ഒരിക്കൽ ഭൂമിയിൽ വന്നു എന്നാണ് പറയുന്നത്. അവരുടെ പത്നിമാരോടൊപ്പം ഭൂമിയിൽ വന്നു. ഭൂമിയിൽ അവര് എല്ലാ പ്രദേശവും ചുറ്റിക്കറങ്ങി. ആ സമയത്ത് അവര് വസിഷ്ഠന്റെ ആശ്രമത്തിലും എത്തിച്ചേർന്നു എന്നാണ്. വസിഷ്ഠന്റെ
ആ ആശ്രമത്തിൽ അവരൊരു പ്രത്യേക പശുവിനെ കണ്ടു. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തരുന്ന ഒരു പശു. അത് നന്ദിനി പശുവായിരുന്നു. കാമധേനുവിന്റെ പുത്രിയായിട്ടുള്ള നന്ദിനി പശു. നന്ദിനി പശുവിനെ കണ്ട സമയത്ത്, അതിന്റെ സൗന്ദര്യം കണ്ട സമയത്ത് അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും കിട്ടും, എത്ര ഭക്ഷണം വേണമെങ്കിലും കിട്ടും, എത്ര പാല് വേണമെങ്കിലും കിട്ടും, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു പശുവാണ് എന്ന് മനസ്സിലായ സമയത്ത് അഷ്ടവസുക്കളുടെ പത്നിമാർക്ക് ആ പശുവിനെ സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടായി. അവര് അഷ്ടവസുക്കളോട് പറഞ്ഞു, തങ്ങളുടെ പതിമാരോട് പറഞ്ഞു, ഈ പശുവിനെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ദ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അഷ്ടവസു ആ പശുവിനെ മോഷ്ടിച്ചു. ആ പശുവിനെ മോഷ്ടിച്ച് സ്വർഗീയ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ സമയത്ത് വസിഷ്ഠ മഹർഷി ഇതറിയുകയും അഷ്ടവസുക്കളെ ശപിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് സ്വർഗീയ ലോകത്തിൽ നിന്നും ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടി വരും, ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ നിങ്ങൾക്ക് ജനിക്കേണ്ടി വരും എന്ന് പറഞ്ഞ അഷ്ടവസുക്കൾക്ക് ശാപം കൊടുത്തു. അപ്പോൾ അവർക്ക് വലിയ ദുഃഖമായി, ചെയ്തതിൽ വലിയ പശ്ചാത്താപമുണ്ടായ മാപ്പ് ചോദിച്ചു. വസിഷ്ഠ മഹർഷിയോട് മാപ്പ് ചോദിച്ച സമയത്ത് ശാപം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. അപ്പൊ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ശാപം ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല, എന്തായാലും നിങ്ങൾ മനുഷ്യരായിട്ട് ജനിക്കേണ്ടി വരും, എന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും. നിങ്ങൾ അധിക കാലം മനുഷ്യരായിട്ട് ജീവിക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും. പക്ഷെ ഈ ദ്യൂവിന് കിട്ടിയിട്ടുള്ള ശാപം, അദ്ദേഹം നേരിട്ട് പശുവിനെ മോഷ്ടിച്ചത് കൊണ്ട്, പശുവിനെ മോഷ്ടിക്കാൻ നേതൃത്വം നൽകിയത് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു മനുഷ്യായുസ് മുഴുവൻ ഈ ഭൂമിയിൽ കഴിയേണ്ടി വരും. പക്ഷെ അദ്ദേഹം ധാർമ്മികനായിരിക്കും, അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള മഹാത്മാവായിട്ട് തീരും എന്നുള്ള ഒരു അനുഗ്രഹവും വസിഷ്ഠ മഹർഷി കൊടുത്തു. അങ്ങനെ ശാപം കിട്ടിയ അഷ്ടവസുക്കളാണ് ശന്തനു മഹാരാജാവിന്റെയും ഗംഗാദേവിയുടെയും പുത്രന്മാരായിട്ട് ജനിക്കുന്നത്. അങ്ങനെ ഗംഗാദേവിക്കും ശന്തനു മഹാരാജാവിനും ആദ്യ 7 പുത്രന്മാരുണ്ടായി. ശന്തനു ഗംഗാദേവിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു. ഗംഗാദേവി പറഞ്ഞത്, നമുക്കുണ്ടാകുന്ന പുത്രന്മാരെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്, അവരെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ പുത്രന്മാരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധം വേർപെടും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പുത്രന്മാരുണ്ടാകുന്ന സമയത്തും ഗംഗാദേവി ആ പുത്രന്മാരെ ജനിച്ച ഉടനെ ഗംഗാനദിയിൽ കൊണ്ടുപോയി കളയും. ഇത് ഒരുവിധം ശന്തനു മഹാരാജാവ് ക്ഷമിച്ചു സഹിക്കുകയൊക്കെ ചെയ്തു. ഓരോ പ്രാവശ്യം ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി ഗംഗാനദിയിൽ കളയും. അങ്ങനെ 7 പുത്രന്മാരും ഉണ്ടായി. 8ാമത്തെ പുത്രൻ ഉണ്ടായ സമയത്ത് ഇദ്ദേഹം അതിന് അനുവദിച്ചില്ല, ഗംഗാനദിയിൽ കൊണ്ടുപോയി കളയാൻ അനുവദിച്ചില്ല. നമ്മുടെ ബന്ധം വേർപെടുമില്ല, ആ പുത്രനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പുത്രനെ കൊണ്ടുപോയി ഗംഗയിൽ കളയുന്നത് തടഞ്ഞു. ആ 8ാമത്തെ പുത്രനാണ് ശന്തനു വളർത്തിയിട്ടുള്ള ഭീഷ്മദേവൻ. അദ്ദേഹമാണ് പിന്നീട് പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ പിതാമഹനായിട്ടുള്ള ഭീഷ്മദേവനായിട്ട് മാറിയിട്ടുള്ളത്. അദ്ദേഹം ദ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അഷ്ടവസുവിന്റെ പുനരവതാരമാണ്, പുനർജന്മമാണ്. മറ്റുള്ള അഷ്ടവസുക്കൾക്കൊക്കെ പെട്ടെന്ന് ശാപമോക്ഷം ഉള്ളത് കൊണ്ട് അവർക്ക് ജനിച്ച ഉടനെ തന്നെ അവർ ഗംഗാനദിയിൽ അവരെ കളഞ്ഞ സമയത്ത് അവർക്ക് ശാപമോക്ഷം കിട്ടി പോവുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ പൂർവ്വചരിത്രമൊന്നും അറിയാത്തത് കൊണ്ട് ശന്തനു 8ാമത്തെ പുത്രനെ കൊണ്ടുപോയി കളയുന്നതിൽ തടയുകയാണ് ഉണ്ടായത്. അങ്ങനെ 8ാമത്തെ പുത്രനാണ് ശന്തനുവിന്റെയും ഗംഗാദേവിയുടെയും 8ാമത്തെ പുത്രനാണ് ഭീഷ്മരായിട്ട് വന്നിട്ടുള്ളത്. ഭീഷ്മൻ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച. കർണനും ഇതേപോലെ ഒരു പ്രത്യേക വ്യക്തിയാണ്. കുന്തിദേവിയുടെ ആദ്യത്തെ പുത്രനാണ്. കുന്തിദേവി വിവാഹം ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ള പുത്രനാണ് കർണൻ. അതെ, കുന്തിദേവിക്ക് ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നു ദുർവാസാവ് മഹർഷിയുടെ അടുത്തുനിന്ന്. ദുർവാസാവ് മഹർഷിയെ കുന്തിദേവി വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ സേവിച്ചു, സൽക്കരിച്ചു. ദുർവാസാവിനെ വളരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഉപചരിച്ചു. അപ്പോൾ ദുർവാസാവ് വളരെയധികം സന്തുഷ്ടനായി. സാധാരണ ദുർവാസാവ് വളരെയധികം പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തിയാണ്.
അപ്പോൾ ദുർവാസാവ് കുന്തിദേവിക്ക് ഒരു വരം കൊടുക്കുകയാണ് ഉണ്ടായത്. നിനക്ക് ആഗ്രഹിക്കുന്ന ദേവന്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് പുത്രന്മാരുണ്ടാകും എന്നുള്ള വരം കൊടുത്തു. അപ്പോൾ അത് പരീക്ഷിക്കുന്നതിന് വേണ്ടി കുന്തിദേവി വിവാഹം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം സൂര്യദേവനെ കുറിച്ച് ചിന്തിച്ചു. സൂര്യദേവൻ പ്രത്യക്ഷനാവുകയും ഒരു പുത്രനെ അനുഗ്രഹിച്ചു നൽകുകയും ചെയ്തു. ആ പുത്രനാണ് കർണൻ. നമുക്കറിയാം, കർണനെ കുന്തിദേവി വിവാഹം ചെയ്തിട്ടില്ലാത്തതിനാൽ വിവാഹം ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള പുത്രനായതുകൊണ്ട് ഒരു സുരക്ഷയുള്ള ഒരു പെട്ടകത്തിൽ, ഒരു പെട്ടിയിൽ അടച്ച് നദിയിൽ ഒഴുക്കിയാണ് ഉണ്ടായത്. കർണനെ എടുത്തു വളർത്തിയിട്ടുള്ളത് അധിരഥൻ എന്ന് പറഞ്ഞിട്ടുള്ള അധിരഥനും രാധയുമാണ് കർണനെ എടുത്തു വളർത്തിയിട്ടുള്ളത്. പിന്നീട് ദുര്യോധനൻ അദ്ദേഹത്തിന് അംഗരാജ്യം നൽകി അംഗരാജ്യത്തെ രാജാവായിട്ട് വാഴിക്കുകയാണ് ഉണ്ടായത്, അല്ലെ? ആ കാര്യമൊക്കെ നമ്മൾക്കറിയാം. അർജുനനുമായിട്ട് ഒരു പ്രാവശ്യം കർണൻ യുദ്ധം ചെയ്യണം, ഞാൻ ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാം എന്ന് പറഞ്ഞ സമയത്ത് പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ, ആയോധനകല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ സമയത്താണ് അവർ ഓരോരുത്തരുടെയും ശക്തി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അർജുനൻ തന്റെ വില്ലിലുള്ള അമ്പയത്തിലുള്ള ശക്തിയൊക്കെ പ്രകടിപ്പിച്ച സമയത്ത് കർണൻ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാം, എനിക്ക് ഇദ്ദേഹമായിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് കൃപാചാര്യൻ ചോദ്യം ചെയ്യുന്നുണ്ട്, നീ ആരാണ്? നീ ആരുടെ പുത്രനാണ്? നിന്റെ കുലം ഏതാണ്? നിന്റെ ജാതി ഏതാണ്? നീ ക്ഷത്രിയനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷത്രിയനാണെങ്കിൽ രാജാവായിരിക്കണം, അല്ലെങ്കിൽ രാജ്യം ഭരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ആ സമയത്ത് കർണന്റെ കഴിവ് മനസ്സിലാക്കിയിട്ടുള്ള ദുര്യോധനൻ അദ്ദേഹത്തിന് ഒരു രാജ്യം നൽകിയാണുണ്ടായത്. അംഗരാജ്യം കൊടുത്ത് ഇദ്ദേഹം ക്ഷത്രിയനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തന്റെ വശത്താക്കി. അന്നു മുതൽ കർണൻ പൂർണ്ണമായിട്ടും ദുര്യോധനോട് കൂറുള്ളവനാണ്. ആ കൂറ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധത്തിലും, താൻ പാണ്ഡവരുടെ സഹോദരനാണെന്ന് അറിഞ്ഞിട്ടും കുന്തിദേവി പിന്നീട് പറയുന്നുണ്ടായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നേ, നീ പാണ്ഡവരുടെ മൂത്തപുത്രനാണ് എന്നറിഞ്ഞിട്ടും അദ്ദേഹം ദുര്യോധനന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നത്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിയും ചെയ്യാം. കൃപൻ എന്ന് പറയുന്നത് കൃപനും കൃപിയും സഹോദരനും സഹോദരിയുമാണ്. ആ കൃപിയെയാണ് ദ്രോണാചാര്യൻ വിവാഹം ചെയ്തിട്ടുള്ളത്. കൃപിയുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. ഈ കൃപനെയും കൃപിയെയും ശന്തനു മഹാരാജാവിന് വനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഒരു മഹർഷിയുടെ പുത്രനും പുത്രിയുമായിരുന്നു. വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കൃപാചാര്യരെയും കൃപനെയും കൃപിയെയും ശന്തനു മഹാരാജാവാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവരെ പിന്നീട് എടുത്തു വളർത്തി അവര് പിന്നീട് കൗരവ വംശത്തിന്റെ കുലഗുരുവായിട്ട് മാറി, കൃപാചാര്യനായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഈ കൃപാചാര്യരും പാണ്ഡവർക്ക് പത്രവിദ്യ, അതേപോലെ മറ്റു ശാസ്ത്രങ്ങൾ, വേദശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കുലഗുരുവാണ് കൃപാചാര്യൻ. കൃപശ്ച സമിതിം ജയ എന്നാണ് പറയുന്നത്. ഇവരെല്ലാവരും എല്ലാ സമയത്തും വിജയിക്കുന്ന വ്യക്തികളാണ്. ഇവർക്കൊരിക്കലും തോൽവിയില്ല. ഇവരെല്ലാവരും യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഭവാൻ, ദ്രോണാചാര്യാണെങ്കിലും ഭീഷ്മരാണെങ്കിലും കർണനാണെങ്കിലും കൃപനാണെങ്കിലും എല്ലാവരും എല്ലാ സമയത്തും വിജയിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സമിതിം ജയ എന്ന് പറയുന്നത്. അശ്വത്ഥാമ വികർണശ്ച സോമദത്തി തഥൈവച. അശ്വത്ഥാമാവ് ദ്രോണാചാര്യന്റെ പുത്രനാണ് അശ്വത്ഥാമാവൻ. അശ്വത്ഥാമാവിന് ഒരുപാട് കഴിവുകളോടുകൂടി ജനിച്ചിട്ടുള്ള കുട്ടിയാണ്. ജനിച്ച സമയത്ത് തന്നെ അദ്ദേഹം ഒരു കുതിരയുടെ ശബ്ദത്തിൽ കരഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അശ്വത്ഥാമ എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നെറുകയിൽ ഒരു പ്രത്യേക മണി ഉണ്ടായിരുന്നു. ആ മണി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഭയം ഉണ്ടാവുന്നില്ല. യുദ്ധത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഭയമില്ല. അതേപോലെ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന് ആർക്കും തോൽപ്പിക്കാനും സാധിക്കില്ല, യുദ്ധത്തിൽ തോൽപ്പിക്കാനും സാധിക്കില്ല. അത് അശ്വത്ഥാമാവിന്റെ ആ ഒരു നെറുകയിലുള്ള മണിയുടെ ശക്തിയാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകതകളോടുകൂടി ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് അശ്വത്ഥമ. ഇതില് കൃപാചാര്യനും അശ്വത്ഥമാവും ചിരഞ്ജീവികളാണ്. അവര് സാധാരണ വ്യക്തികളല്ല. അവര് ഒരു കൽപ്പം മുഴുവൻ ജീവിച്ചിരിക്കുന്ന, ഒരു കൽപ്പകാലം മുഴുവൻ, ബ്രഹ്മാവിന്റെ ഒരു പകല് മുഴുവൻ ജീവിച്ചിരിക്കുന്ന
വ്യക്തികളാണ് കൃപനും അശ്വത്ഥമാവും. മറ്റു ചിരഞ്ജീവികളുമുണ്ട് അല്ലെ, വ്യാസദേവൻ, അതേപോലെ പരശുരാമൻ, മാർക്കണ്ഡേയ മഹർഷി, ഇവരൊക്കെ മറ്റു ചിരഞ്ജീവികളാണ്. അശ്വത്ഥാമ വികർണശ്ശ. വികർണൻ കൗരവരുടെ സഹോദരനാണ്. വികർണൻ വളരെ ധാർമ്മികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കൗരവരുടെ സഹോദരനാണെങ്കിലും അദ്ദേഹം ധാർമ്മികനായിട്ടുള്ള വ്യക്തിയാണ്. പാഞ്ചാലിയെ ദുശാസനും കർണനും കൗരവ സഭയിൽ വെച്ച് അപമാനിക്കുന്ന സമയത്ത് അതിനെ എതിർത്ത് സംസാരിച്ച ഒരു കൗരവ സഹോദരനാണ് വികർണൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളെ ഇങ്ങനെ ഒരിക്കലും അപമാനിക്കരുത്, സ്ത്രീകളോട് ഇങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല, അത് നമ്മുടെ ക്ഷത്രിയന്മാരുടെ ധർമ്മമല്ല, അല്ലെങ്കിൽ ക്ഷത്രിയന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല, യുധിഷ്ഠിരന് പാഞ്ചാലിയെ ഇങ്ങനെ പണയം വെക്കാനുള്ള അവകാശവുമില്ല എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ പണയം വെച്ചു എന്ന് പറഞ്ഞത് ശരി തന്നെ, പക്ഷെ അദ്ദേഹത്തിന് തന്റെ പത്നിയെ പണയം വെക്കാനുള്ള അവകാശമൊന്നുമില്ല എന്ന് പറഞ്ഞ് വികർണൻ അവരെ എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റു സഹോദരന്മാരെല്ലാവരും അദ്ദേഹത്തെ നിശബ്ദനാക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ദുര്യോധനോടുള്ള കടപ്പാട് കൊണ്ട് അദ്ദേഹം കൗരവപക്ഷത്താണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. വികർണശ്ശ സൗമദത്തി സ്ഥൈവച. സൗമദത്തി, സോമദത്തന്റെ പുത്രൻ എന്നാണ് സൗമദത്തി എന്നുള്ള വാക്കിന്റെ അർത്ഥം. സൗമദത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമദത്തൻ എന്നുള്ള രാജാവിന്റെ പുത്രൻ. സോമദത്തൻ എന്നുള്ള രാജാവ് ബാഹ്ലീക രാജ്യത്തെ രാജാവാണ് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ബാഹ്ലീക രാജ്യത്തെ രാജാവാണ് സോമദത്തൻ. ആ സോമദത്തിന്റെ പിതാവ് ശന്തനു മഹാരാജാവിന്റെ സഹോദരനാണ് എന്ന് പറയും. ഭീഷ്മരുടെ പിതാവായിട്ടുള്ള ശന്തനുവിന്റെ സഹോദരനാണ് സോമദത്തന്റെ പിതാവ്. ആ സോമദത്തനല്ല ഇവിടെ യുദ്ധം ചെയ്യുന്നത്, സോമദത്തന്റെ പുത്രൻ. അതുകൊണ്ടാണ് സൗമദത്തി എന്ന് പറയുന്നത്. സോമദത്തന്റെ പുത്രൻ സൗമദത്തി. ആ സൗമദത്തിയുടെ പേര് ഭൂരിശ്രവസ് ആണ് എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഭൂരിശ്രവസിനെയാണ് സൗമദത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാവരും ഒരേപോലെയുള്ളവരാണ്. സോമദത്തി തഥൈവച. ഇവരെ പോലെയുള്ള ഒരുപാട് യോദ്ധാക്കൾ എന്റെ പക്ഷത്തുണ്ട് എന്നാണ് ദുര്യോധനൻ പറയുന്നത്. അന്യേച്ച ബഹവശൂരാം അതർത്തേ തെക്തജീവിത നാനാ ശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദാഹ. അന്യേച്ച ബഹവശൂര. ഇതുപോലെ ഇത്രയുമല്ല, ഇത് ഞാൻ കുറച്ച് ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇതുപോലെ ധാരാളം ബഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം, അനേകം ശൂരന്മാരായിട്ടുള്ള മദർത്തേ എനിക്ക് വേണ്ടി അല്ലെ, മദർത്തേ എനിക്കായിക്കൊണ്ട് തെക്ത ജീവിത. അവരൊക്കെ എന്തിനു വന്നിട്ടുള്ളതാണ്? എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ വന്നിട്ടുള്ളവരാണ്. അവരെല്ലാം മരിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ആളുകളാണ്. അല്ല, അവര് യുദ്ധം കാണാൻ വേണ്ടി വന്നിട്ടുള്ളവരല്ല, അവര് കാഴ്ചക്കാരായിട്ടൊന്നും വന്നിട്ടുള്ളവരല്ല. അവർ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. തെക്തജീവിത. ദുര്യോധനൻ നേരത്തെ തന്നെ പറഞ്ഞു, തെക്തജീവിത, അവരുടെ ജീവിതം ഇല്ലാതായി, അവരുടെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ മരിക്കാൻ പോവുകയാണെന്ന് ദുര്യോധനൻ സൂചിപ്പിക്കുന്നുമുണ്ട് തെക്തജീവിത എന്നുള്ള വാക്കുകൊണ്ട്. മദർത്തേ തെക്തജീവിത നാനാ ശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദ. നാനാ ശസ്ത്രപ്രഹരണം, അവർക്ക് പല വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ അറിയാം. അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും, അതേപോലെ ഗദ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പരിശീലനം കിട്ടിയിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് നാനാ ശസ്ത്രപ്രഹരണാഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. സർവേ യുദ്ധവിശാരദ. എല്ലാവരും യുദ്ധത്തിൽ നല്ല നൈപുണ്യമുള്ളവരാണ്. എല്ലാവരും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. ആരും വെറുതെ ഇവിടെ വന്നിട്ടുള്ളവരല്ല. ചെറുപ്പം മുതലേ യുദ്ധം ചെയ്ത് പരിശീലിച്ചിട്ടുള്ള വലിയ വലിയ യുദ്ധ വിശാരദന്മാരാണ് ഇവിടെ യുദ്ധത്തിന് വേണ്ടി വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. ഭാവാർത്ഥത്തിൽ പറയുന്നു, ജയദ്രഥൻ, കൃതവർമാവ്, ശല്യം തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നത് കൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു. എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. അപ്പോൾ
നേരത്തെ പറഞ്ഞതിൽ പുറമെ ഒരുപാട് മറ്റു ധാരാളം സൈനികന്മാരുണ്ട്. ശിലപ്രഭാതർ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ജയദ്രഥൻ, കൃതവർമാവ്, ശല്യൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ജയദ്രഥൻ എന്ന് പറയുന്നത് ദുശ്ശളയുടെ ഭർത്താവാണ്. ദുശ്ശളയാണ് കൗരവന്മാരുടെ ആകെയുള്ള ഒരു സഹോദരി. ആ ദുശ്ശളയെ വിവാഹം ചെയ്തിട്ടുള്ളതാണ് ജയദ്രഥൻ. അതുകൊണ്ട് ജയദ്രഥനും കൗരവപക്ഷത്തായി. കൃതവർമാവ് എന്ന് പറയുന്നത് ഒരു യാദവ രാജാവാണ്. യാദവ വംശത്തിലെ രാജാവാണ് കൃതവർമാവ്. അവരും ഈ കൃതവർമാവും ദുര്യോധനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ശല്യരുടെ പേരും ഇവിടെ ശിലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. ശല്യർ യഥാർത്ഥത്തിൽ മാദ്രിയുടെ സഹോദരനാണ്. പാണ്ഡുവിന്റെ പത്നിയായിട്ടുള്ള മാദ്രിയുടെ സഹോദരിയാണ് കുന്തിയും മാദ്രിയുടെ സഹോദരനാണ് ശല്യൻ. യഥാർത്ഥത്തിൽ ശല്യൻ വന്നിട്ടുള്ളത് പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെ? പാണ്ഡവരുടെ പിതൃസ്ഥാനത്തുള്ള വ്യക്തിയാണ്, പാണ്ഡവരുടെ അമ്മാവനാണ്. അദ്ദേഹം യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത് പാണ്ഡവർക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ദുര്യോധനൻ അദ്ദേഹത്തെ സൂത്രത്തിൽ അവരുടെ പക്ഷത്താക്കുകയാണ് ചെയ്തത്. വലിയൊരു ഫീസ്റ്റ് കൊടുത്തു, വലിയൊരു സദ്യ കൊടുത്തു, അദ്ദേഹത്തിന് സൽക്കരിച്ചിരുത്തി. അങ്ങനെ ഇരുത്തിയ സമയത്ത് ശല്യർ വിചാരിച്ചു ഇത് പാണ്ഡവർ ഒരുക്കിയ ഫീസ്റ്റാണ്, പാണ്ഡവർ ഒരുക്കിയ സദ്യയാണ്. എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി. ഈ വിരുന്ന് നൽകിയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു. പിന്നീടാണ് അറിഞ്ഞത് ഇത് കൗരവരൊരുക്കിയ സദ്യയാണ്. അങ്ങനെ അദ്ദേഹം അതിൽ പെട്ടുപോയി, തന്റെ വാക്കിൽ പെട്ടുപോയതാണ്. ഞാൻ ഈ സദ്യ ഒരുക്കിയവർക്ക് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം എന്ന് പാണ്ഡവരാണെന്ന് കരുതി പറഞ്ഞതാണ്. അപ്പോൾ ആ വാക്കിന്റെ പേരിൽ അദ്ദേഹത്തിന് കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നു. ശല്യൻ, മാദ്രിയുടെ സഹോദരനായിട്ടുള്ള ശല്യനും ഇപ്പോൾ കൗരവപക്ഷത്താണ്. അപ്പൊ ഇവരെല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ദുര്യോധനൻ വിചാരിക്കുന്നത്. ഇത് ദുര്യോധനന്റെ ഒരു അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. സമൂഹത്തിന്റെ ബലം കൊണ്ട് മാത്രം എനിക്ക് വിജയിക്കാം എന്ന് ചിന്തിക്കുന്നത് അജ്ഞാനത്തിലാണ്, അല്ലെ? എന്റെ ബന്ധുക്കളുടെ ബലം, അല്ലെങ്കിൽ എന്റെ കുടുംബാംഗങ്ങളുടെ ബലം, അല്ലെങ്കിൽ എന്റെ സ്വത്തുക്കളുടെ ബലം, ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള വസ്തുക്കളുടെ ബലം കൊണ്ട്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ബലം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ വിജയിക്കാം എന്ന് വിചാരിക്കുന്നത് അജ്ഞാനമാണ്. കാരണം ഭഗവാന്റെ സഹായമില്ലാതെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. നേരെ ഓപ്പോസിറ്റ് സൈഡില് എതിർപക്ഷത്ത് ഭഗവാൻ നിൽക്കുന്നുണ്ട്. ആ ഭഗവാനെ ഒരിക്കലും ദുര്യോധനൻ എണ്ണിയതുപോലുമില്ല, അങ്ങനെ ഒരാളെ കണ്ടതുപോലുമില്ല, അങ്ങനെ ഒരു ഭഗവാനെ കണക്കാക്കിയത് പോലുമില്ല. അതാണ് ദുര്യോധനന്റെ പരാജയം. ദുര്യോധനോട് നേരത്തെ തന്നെ ഭഗവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് എന്നെയാണോ വേണ്ടത് അല്ലെങ്കിൽ എന്റെ സൈന്യമാണോ വേണ്ടത്? അപ്പോൾ ദുര്യോധനൻ തെരഞ്ഞെടുത്തത് ഭഗവാനെയല്ല, ഭഗവാന്റെ സൈനിക ബലത്തെയാണ്, ഭഗവാന്റെ ശക്തിയാണ് ദുര്യോധനൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഒരു ആസുരികമായിട്ടുള്ള സ്വഭാവം. അസുരിക സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർക്കൊരിക്കലും ഭഗവാനെ വേണ്ട, ഭഗവാന്റെ ശക്തികളൊക്കെ വേണം. അതുതന്നെയാണ് നമ്മുടെ രാവണനും പറ്റിയിട്ടുള്ള ഒരു അബദ്ധം, അല്ലെ? രാവണൻ ഭഗവാനെ സ്വീകരിച്ചില്ല, രാമനെ സ്വീകരിച്ചില്ല, പക്ഷെ രാമന്റെ ശക്തിയായിട്ടുള്ള സീതാദേവിയെ സ്വീകരിക്കാൻ ശ്രമിച്ചു. ഇത് അസുരന്മാരുടെ സ്വഭാവമാണ്. അസുരന്മാർ എല്ലാം ഭഗവാന്റെ സ്വത്തുക്കളൊക്കെ അവർ സ്വീകരിക്കും. സ്വത്തുക്കൾ, സമ്പത്തുകൾ, ഭഗവാന്റെ ശക്തി, ഇതെല്ലാം അവർക്ക് വേണം. പക്ഷെ ഭഗവാനെ അംഗീകരിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ഭഗവാനെ അംഗീകരിക്കില്ല, അല്ലെ? ഈശ്വരനില്ല എന്ന് പറയുന്നവരെല്ലാവരും ഭഗവാന്റെ ശക്തികളൊക്കെ ഉപയോഗിക്കും. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഇതെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർ ഭഗവാനെ, അതൊക്കെ തന്നിട്ടുള്ള ഭഗവാനെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ ഭഗവാനെ അംഗീകരിക്കില്ല. ഇതെല്ലാം നേരത്തെ ഇവിടെ ഉള്ളതാണ്, ഇതൊന്നും ഈശ്വരൻ്റെതല്ല, ഇതൊക്കെ ഞങ്ങളുടെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് എന്നങ്ങോട്ട് പറയും. അങ്ങനെ ഭഗവാനെ അവര് കാണാതിരിക്കും, കണ്ണടച്ച് ഇരുട്ടാക്കും. അത് തന്നെയാണ് ഇവിടെ ദുര്യോധനന് സംഭവിച്ചിട്ടുള്ളത്. ദുര്യോധനന്റെ തൊട്ട മുന്നേ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, പക്ഷെ ആ ഭഗവാനെ കണക്കാക്കാതെ അദ്ദേഹം മറ്റുള്ളവരെ ആശ്രയിച്ചു. ഭീഷ്മദേവൻ എനിക്കുണ്ട്, അതേപോലെ അങ്ങുണ്ട് ദ്രോണാചാര്യൻ, അതേപോലെ കർണൻ, അശ്വത്ഥാമാവ്, ഇങ്ങനെയുള്ള വലിയ വലിയ യുദ്ധത്തിൽ വിശാരദന്മാരായിട്ടുള്ള സൈനികരൊക്കെ എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ യുദ്ധം ജയിക്കും എന്നാണ് ദുര്യോധനൻ കണക്ക് കൂട്ടുന്നത്. ആ ദുര്യോധനന്റെ കാൽക്കുലേഷൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് ദുര്യോധനന്റെ അഭിപ്രായം? ആരാണ് വിജയിക്കാൻ പോകുന്നത്?
യുദ്ധത്തിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് ദുര്യോധനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദുര്യോധനൻ എന്താണ് പറയുന്നത്? അത് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം. ആരാണ് വിജയിക്കാൻ പോകുന്നത്? ദുര്യോധനന്റെ കാൽക്കുലേഷൻ, ദുര്യോധനന്റെ കണക്കുകൂട്ടലാണ് ഇവിടെ പറയുന്നത് 10ാമത്തെ ശ്ലോകത്തിൽ. നമുക്ക് അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 10ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. പ്രഭുപാദ് ജയ്. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഭാവാർത്ഥം: രണ്ടു കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുകയാണ്. തന്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തഴക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്നാണ് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചയമൊന്നുമില്ലാത്ത ഭീമൻ രക്ഷിക്കുന്നതുമാണ്. ഭീഷ്മരോടൊത്തു നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ്. ദുര്യോധനന് എന്നും ഭീമനോട് അസൂയയുണ്ടായിരുന്നു. കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമന്റെ കൈക്കൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ. എങ്കിലും ഭീമനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. യുദ്ധത്തിൽ നിശ്ചയമായും വിജയശ്രീലാളിതനാകുമെന്ന് കരുതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഷമദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ദുര്യോധനൻ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത് ദുര്യോധനന്റെ പക്ഷം തന്നെ വിജയിക്കുമെന്നാണ്, അല്ലെ? കാരണം എന്താണ്? അപര്യാപ്തം തദസ്മാകം, നമ്മുടെ സൈനിക ബലം വളരെ വലുതാണ്, അല്ലെ? പാണ്ഡവരുടെ സൈനിക ബലം വളരെ ചെറുതാണ്. പര്യാപ്തം, അത് അത്ര വലുതല്ല. അത് നമുക്ക് നോക്കിയാൽ കാണാവുന്ന അത്ര വലുപ്പമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സൈനിക ബലമോ അത് വളരെ വലുതാണ്. അപര്യാപ്തം, അത് അളവറ്റതാണ് എന്നാണ് പറയുന്നത്. അപര്യാപ്തമാണ് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മളെ രക്ഷിക്കാൻ ഭീഷ്മദേവനുമുണ്ട്. ഭീഷ്മാചാര്യൻ പരശുരാമനോട് പോലും യുദ്ധം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഭീഷ്മാചാര്യൻ. അങ്ങനെയുള്ള ഭീഷ്മദേവൻ നമ്മുടെ കൂടെയുള്ള സമയത്ത് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പുറത്ത് പാണ്ഡവപക്ഷത്തിൽ ആരുടെ പേര് മാത്രമാണ് ദുര്യോധനൻ പറഞ്ഞിട്ടുള്ളത്? പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീമന്റെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, അവിടെ അർജുനനും ഭഗവാനും നിൽക്കുന്നത് ഒരിക്കലും ദുര്യോധനൻ കണക്കാക്കിയില്ല. ഭഗവാനെ തീരെ കണക്കാക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബലം ഭീമാഭിരക്ഷിതം, ഭീമനെ അത്ര വലിയ കാര്യമായിട്ട് ദുര്യോധനൻ എടുക്കുന്നില്ല. ഭീമന് അത്ര യുദ്ധമൊന്നും അറിയില്ല എന്നാണ് ദുര്യോധനൻ നേരത്തെ തന്നെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും യുദ്ധം വിജയിക്കാം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് ധൃതരാഷ്ട്രനെ അറിയിക്കുന്നതിന് വേണ്ടി സഞ്ജയൻ പറയുന്നതാണ്. ധൃതരാഷ്ട്രർക്ക് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിക്കോട്ടെ, അല്ലെ? ദുര്യോധനൻ പറയുന്നു, എന്താണ്? നമ്മുടെ വലിയ സൈന്യമാണ്, മറുപക്ഷത്തുള്ളത് ഭീമനാണ്, നമ്മൾ തന്നെ എന്തായാലും വിജയിക്കാൻ പോകുന്നത് എന്നാണ് ദുര്യോധനൻ പറഞ്ഞത് എന്നുള്ള കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തു. അവസാനമാണ് പറയുന്നത്, എവിടെയാണോ ഭഗവാൻ ഇരിക്കുന്നത്, എവിടെയാണോ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അർജുനൻ ഇരിക്കുന്നത്, അവിടെയാണ് യഥാർത്ഥ വിജയം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ എന്ന അവസാനമാണ് സഞ്ജയൻ പറയുന്നത്. ഇപ്പോൾ ദുര്യോധനന്റെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ദുര്യോധനൻ ഭൗതികമായിട്ടുള്ള കാൽക്കുലേഷനാണ്. സൈനിക ബലത്തിന്റെ രാഷ്ട്രീയ കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കും എന്നാണ് ദുര്യോധനൻ കണക്കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭീഷ്മദേവനെ സംരക്ഷിക്കണം എന്നാണ് ദ്രോണാചാര്യർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുന്നത്. ദ്രോണാചാര്യന്റെ അടുത്തേക്ക് വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഭീഷ്മദേവനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം, ആ നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്
ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ദ്രോണാചാര്യോട് പറയുന്നതാണ്, അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവഹി. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ചുമതല എന്താണ്? ഭീഷ്മദേവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭീഷ്മദേവൻ നമ്മളെ സംരക്ഷിച്ചോളും. അപ്പൊ നമ്മളെല്ലാവരും ചേർന്നിട്ട് എന്ത് വേണം? ഭീഷ്മദേവർക്ക് എല്ലാവിധ സുരക്ഷയും നൽകണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ ശ്ലോകം കൂടി വായിക്കാം. ഈ ശ്ലോകത്തിന്റെ വിവർത്തനവും ഭാവാർത്ഥവും കൂടി വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ പ്രഭു. ഓക്കെ, പ്രേമ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. വിവർത്തനം. സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹനെ പരിപൂർണ പിന്തുണ നൽകണം. ഭാവാർത്ഥം. താൻ ഭീഷ്മരെ പുകഴ്ത്തിപ്പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു. സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ. എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ദുര്യോധനന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അർജുന പത്നിയായ ദ്രൗപദി പ്രമുഖ സേനാധിപരെല്ലാം അടങ്ങിയ സദസ്സിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിക്കപ്പെടാൻ നിർബന്ധിതയായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ രണ്ടുപേരും ഒരക്ഷരം മിണ്ടുകയുണ്ടായില്ലല്ലോ. ആ രണ്ടുപേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്കറിയാകയില്ല. എങ്കിലും അന്നത്തെ ചൂതുകളി പോലെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചത് തന്നെ ഇപ്പോഴും സംഭവിക്കും. അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്ന് തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രേമ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ദുര്യോധനൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് തന്റെ സൈനിക ബലത്തിലും തന്റെ പൊളിറ്റിക്സിലുമാണ്. എന്റെ തന്ത്രജ്ഞത കൊണ്ട്, പൊളിറ്റിക്സിൽ എനിക്ക് നല്ല പിടിയുള്ളത് കൊണ്ട്, മറ്റുള്ളവരെ നല്ല രീതിയിൽ അനുനയിപ്പിച്ച് സംസാരിച്ചത് കൊണ്ട് എനിക്ക് വിജയിക്കാം, എന്റെ കഴിവുകൊണ്ട് എനിക്ക് വിജയിക്കാം എന്നാണ് ദുര്യോധനൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞു. ദ്രോണാചാര്യരെ ആദ്യം പേരെടുത്ത് പറഞ്ഞു. ദ്രോണാചാര്യൻ, ഭവാൻ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്, അതേപോലെ ഭീഷ്മനുണ്ട് എന്ന് പറഞ്ഞു. ഇനി മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. എന്താണ് ഡ്യൂട്ടി? എല്ലാവരും ഭീഷ്മരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. അല്ലെ, അദ്ദേഹം പ്രായമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഭീഷ്മരെ സഹായിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യുദ്ധത്തിന് പ്രാധാന്യമുണ്ട്. നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാവരെയും ഉത്തേജിപ്പിക്കുകയാണ് ദുര്യോധനൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ തന്റെ വാക്കുകൾ കൊണ്ട്, നയചാതുര്യം കൊണ്ട് തനിക്ക് വിജയിക്കാം, എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് നിർത്താൻ സാധിക്കും എന്നൊക്കെയാണ് ദുര്യോധനൻ വിചാരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ കൂടാതെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ എന്തായിരിക്കും? പൊളിറ്റിക്സ് ആയിരിക്കും. അല്ലെ, തന്റെ കഴിവ് കൊണ്ട് മറ്റുള്ളവരെ ഒത്തൊരുമിപ്പിക്കാം, എല്ലാവരെയും ചേർത്ത് നിർത്താം എന്നൊക്കെയാണ് ഭക്തിയില്ലാത്ത ഒരു വ്യക്തി വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ സഹായമില്ലാത്ത ഒരു വ്യക്തി വിചാരിക്കുന്നത്. ഭഗവാന്റെ ഭക്തൻ എന്താണ് വിചാരിക്കുന്നത്? ഭഗവാന്റെ ശക്തി കൊണ്ടാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നത്, അല്ലെ, അല്ലെങ്കിൽ തനിക്ക് ആരുടെയും സഹായം കിട്ടുന്നത് അത് ഭഗവാന്റെ നിർദ്ദേശമുള്ളത് കൊണ്ടാണ്. അത് ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നുമുണ്ട്, അല്ലെ. ഭഗവാൻ പറയുന്നുണ്ട്, സൂത്രയും അണിഗണായവ, എല്ലാവരെയും ബന്ധപ്പെടുത്തി നിർത്തുന്നത് ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിൽ ബന്ധമുണ്ടാകും. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിൽ വേർപെട്ടു പോവുകയും ചെയ്യും. ഇതിനെ നിയന്ത്രിക്കുന്ന ശക്തി ആരല്ല? ഞാനല്ല എന്ന് ഭക്തന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. അപ്പോൾ അതുവരെ ഇങ്ങനെ അജ്ഞാനത്തിൽ സംസാരിക്കേണ്ടി വരും. ഞാനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, എന്റെ സംസാരം കൊണ്ടാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് വിചാരിച്ചവര് പൊളിറ്റിക്സ് മാത്രം ചിന്തിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അജ്ഞാനത്തിലുള്ള സംസാരമാണ് നമുക്ക് ദുര്യോധനന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ദുര്യോധനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭീഷ്മദേവൻ തന്റെ ശംഖ് വിളിക്കുന്നതായിട്ട് പറയുന്നുണ്ട്.
ആ ശംഖുവിളിയുടെ പ്രത്യേകത പറയുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണാർജുനന്മാർ അവരുടെ ദിവ്യമായിട്ടുള്ള ശംഖു വിളിക്കുന്നു. ഈ രണ്ട് ശംഖുവിളികളും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ നമുക്ക് ശ്ലോകം വായിക്കാം. അതിന്റെ മുന്നേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ വായിച്ച ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി.